ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാടായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് വ്യക്തിപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോ എടുക്കാത്തതും അതേപോലെ തന്നെ വീഡിയോയുമായി ഒക്കെ വരാത്തതും. തീർച്ചയായിട്ടും തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ വരും. നമ്മുടെ കൈത്താങ് പരിപാടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ വീഡിയോയിൽ വരാനുണ്ടായ സാഹചര്യം നമ്മുടെ ചുറ്റുപാടിലും, നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിലുമൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ചുറ്റുപാടിലും ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഗ്യാസ്ട്രോ സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ടുള്ള അൾസർ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ പല ആളുകൾക്കും വരാറുണ്ട്. ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലങ്ങൾ, അതേപോലെ തന്നെ വയറിളക്കം, വയറിൽ നിന്ന് ബ്ലഡ് പോവുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, ഛർദി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പല ആളുകളും ഡോക്ടറെ കാണിക്കും, ഗ്യാസ്ട്രോനെ കാണിക്കും. അതേപോലെ തന്നെ അങ്ങനെ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഒക്കെ എടുത്ത് അൾസറാണെന്ന് പറഞ്ഞ് മരുന്ന് കുടിക്കും. പക്ഷേ അത് പൂർണ്ണമായിട്ട് മാറില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും, മരുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകും, വീണ്ടും വീണ്ടും ഈ അസുഖങ്ങൾ വരും, ശാരീരികാവസ്ഥ പറ്റേ മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകും. അങ്ങനെ നിരവധി ആളുകൾ, ഞാനിപ്പോൾ ലാസ്റ്റ് കണ്ടത് നമ്മുടെ ഉമ്മയും മോനും യൂട്യൂബർ ഉണ്ട്. അതിൽ അവരുടെ അവരുടെ ഉപ്പാക്ക് അൾസറാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അവർ ഛർദിയും അതേപോലെ തന്നെ പ്രയാസങ്ങൾക്കുമായിട്ടൊക്കെ പോകുന്നൊരു അവരുടെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പം ഇത് പല ആളുകൾക്കും ഉണ്ട്, ഇത് നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഇത് സാധാരണ ഒരു അൾസർ അല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ കണ്ടുവന്നിരുന്ന ഒരു അസുഖം ഇന്ന് വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിലും നമ്മുടെ ചുറ്റുപാടിലുമൊക്കെ ഉണ്ട്. ഇതിന് അൾസറേറ്റീവ് കൊളൈറ്റിസ്, അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസ്, IBS എന്നൊക്കെ വേണമെങ്കിൽ പേര് പറയുന്നുണ്ട്. ഇത് നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഇതൊരു പ്രത്യേകതരം അൾസറാണിത്. ഇത് സാധാരണ അൾസറിന് ഗുളിക കുടിക്കുന്ന നമ്മൾ അത് കുടിച്ചു കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിക്കവറി ആവില്ല. അതിന് നമ്മളെ കേരളത്തിലൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ട്. ഞാൻ നമ്മുടെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുന്ന ആരെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇത് സാധാരണഗതിയിൽ നമ്മൾ ഏത് ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിച്ചാലും അവരൊക്കെ ഇതിൻ്റെ കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി, ഇങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഇതൊക്കെ നടത്തി ലാസ്റ്റ് അൾസറാണെന്ന് പറയും. പിന്നെ കുറേ കാലം മരുന്ന് കുടിക്കും. പക്ഷേ ആ രോഗിൻ്റെ അവസ്ഥ അങ്ങനെ മൂർച്ഛിച്ച് ആ ശാരീരികാവസ്ഥ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയ്ക്ക് എത്തും. ശരീരമൊക്കെ ആകെ ക്ഷീണിച്ച് ആകെ തളരുന്ന അവസ്ഥയ്ക്ക് എത്തും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഡോക്ടറെ പോയി കാണിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നാണ് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു ഡോക്ടർ ഇതിന് മാത്രമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. കാരണം നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഒരുപാട് ഗ്യാസ്ട്രോ ഡോക്ടർമാരെ, വലിയ വലിയ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാരെ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ പോയി കണ്ടതാണ്. പക്ഷെ അന്നൊന്നും കൃത്യമായിട്ട് നമുക്കിതിന് റിക്കവറി ആകാൻ സാധിച്ചിട്ടില്ല. അവർ പല മരുന്നുകൾ മാറി എഴുതും, അതൊക്കെ നമ്മൾ കുടിക്കും. പക്ഷെ നമ്മുടെ ശാരീരികാവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. പിന്നെ നമ്മൾ ആയുർവേദത്തിലേക്ക് മാറും, അതൊന്നും നമുക്ക് റിക്കവറി കിട്ടില്ല. ഹോമിയോയിലേക്ക് മാറും, അതൊന്നും റിക്കവറി കിട്ടില്ല. പിന്നെ നമ്മുടെ മാനസികാവസ്ഥ തന്നെ ആകെ തളരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിരവധി ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളുമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, കാരണം ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്, വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. കുറച്ച് ദീർഘകാലം മരുന്ന് കുടിക്കണം. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള മരുന്നും അതേപോലെ തന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റും അത്യാവശ്യമാണ്. ഇത് നമ്മളൊരു മെഡിക്കൽ അഡ്വൈസ് തരാനുള്ള നമുക്ക് അത്ര വലിയൊരു നോളജ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് പല ഡോക്ടർമാരോടും IBS ആണ്, അല്ലെങ്കിൽ ക്രോൺസ് ആണ്, അല്ലെങ്കിൽ പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റീസ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറില്ല എന്നൊക്കെ പറയും. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ മരുന്നുകൾ കുടിക്കുകയാണെങ്കിൽ, നല്ല ഡോക്ടറെ കാണിച്ച് കൃത്യമായിട്ട് മരുന്നുകൾ കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതൊക്കെ പരിധി വരെയൊക്കെ നമുക്കിത് കുറച്ച് നിർത്താൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രയാസകരമായിട്ടുള്ള സ്ഥിതിവിശേഷമൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. എന്നിരുന്നാലും തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ,
അത് കൃത്യമായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കി ഒഴിവാക്കണം. തീർച്ചയായിട്ടും ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ആളുകൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ